ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഇന്ന് നമുക്ക് ചക്കക്കുരു ഉപയോഗിച്ചിട്ട് ഒരു അടിപൊളി തോരൻ അല്ലെങ്കിൽ ഉപ്പേരി തയ്യാറാക്കുന്നത് എങ്ങനെയാണെന്ന് നോക്കാം. വളരെ ടേസ്റ്റി ആയ ഒരു റെസിപ്പിയാണിത്. ഇതുപോലെ തന്നെ ചക്കക്കുരു കൊണ്ട് തയ്യാറാക്കുന്ന കിണ്ണത്തപ്പവും പായസവും ഒക്കെ ഞാൻ മുൻപ് വീഡിയോ ചെയ്തിട്ടുണ്ട്. ആ രണ്ട് റെസിപ്പിയും ഇതുപോലെ തന്നെ വളരെ ടേസ്റ്റിയുമാണ്. അതിൻ്റെ രണ്ടിൻ്റെയും ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഇടാം, ആവശ്യമുള്ളവർ പോയി കാണാം. അപ്പോൾ ഇനി ആരും ചക്കക്കുരു ഒന്നും വെറുതെ കളയാതെ ഇതുപോലെ തോരനും പായസവും കിണ്ണത്തപ്പവും ഒക്കെ തയ്യാറാക്കി നോക്കണം. ഇനി നമുക്ക് നമ്മുടെ റെസിപ്പിയിലേക്ക് പോവാം. ഇതിനായിട്ട് ഞാനിപ്പോൾ എടുത്തിട്ടുള്ളത് ഒരു കപ്പോളം ചക്കക്കുരു. മുകളിലുള്ള വൈറ്റ് സ്കിന്ന് റിമൂവ് ചെയ്തെടുത്തതാണിത്. ഇതിൻ്റെ ബ്രൗൺ സ്കിന്ന് റിമൂവ് ചെയ്യേണ്ട ആവശ്യമില്ല. പിന്നെ ഇതിലേക്ക് വേണ്ടത് ചീരയാണ്. ഏത് ചീരയും നിങ്ങൾക്ക് ഉപയോഗിക്കാം. നിങ്ങൾക്ക് ഈ ചീര വേണമെങ്കിൽ ഈ ചീര ഉപയോഗിക്കാം, മുരിങ്ങയില വേണമെങ്കിൽ ഇത് ഉപയോഗിക്കാം, അല്ലെങ്കിൽ നമ്മുടെ വേറെ ഏതെങ്കിലും മത്തൻ്റെ ഇലയോ അങ്ങനെ എന്തുള്ള ഇലകളും ഉപയോഗിക്കാം. ഇത് നന്നായി കഴുകിയെടുത്തിട്ട് മാറ്റി വെക്കുക. ഇനി നമുക്കൊരു ചട്ടി എടുക്കാം. ചട്ടിയോ നിങ്ങളുടെ ഇഷ്ടം പോലെ പാനോ എന്തായാലും എടുക്കാം. ഇതിലേക്ക് നമുക്ക് ഒരല്പം വെള്ളം ഒഴിച്ചു കൊടുക്കാം. ഇനി ഇതിലേക്ക് നമുക്ക് ഒരല്പം ഉപ്പിടാം. പിന്നെ ഇതിലേക്ക് ഒരല്പം മഞ്ഞൾപ്പൊടിയും കൂടെ ഇടാം. അതിനുശേഷം നമ്മൾ കട്ട് ചെയ്ത് വെച്ചിരിക്കുന്ന ചക്കക്കുരു ഇതിലേക്ക് ഇടാം. ഇനി ഇതിനെ ജസ്റ്റ് ഒന്ന് നന്നായിട്ട് ഇളക്കി കൊടുക്കുക. അതിനുശേഷം നമുക്കിതിനെ അടച്ചു വെച്ചിട്ട് നന്നായിട്ട് വേവിച്ചെടുക്കാം. ഇപ്പോൾ ഏകദേശം നമ്മുടെ ചക്കക്കുരു ഒക്കെ ഒന്ന് വെന്ത് വന്നിട്ടുണ്ട്. ഇനി ഇതിനെ ഒന്നും കൂടെ ഒന്ന് നമുക്ക് ഇളക്കി കൊടുക്കാം. ഇനി നമ്മൾ എടുത്തു വെച്ചിരിക്കുന്ന ചീരൻ്റെ ഇല നല്ലപോലെ കഴുകിയെടുത്തത് ഇതിലേക്ക് ഇടാം. ഇനി ഇതിനെ വീണ്ടും നമുക്ക് അടച്ചു വെച്ചിട്ട് ചീരൻ്റെ ഇല ഒന്ന് കുക്കാവുന്നത് വരെ വേവിച്ചെടുക്കാം. ഇപ്പോൾ ഏകദേശം നമ്മുടെ ഈ ചീരൻ്റെ ഇലയൊക്കെ ഒരു പകുതി വേവായിട്ടുണ്ട്. ഇനി നല്ല പോലെ ഒന്ന് ഇതിനെ ഇളക്കി കൊടുക്കണം. ഇനി നമുക്ക് വേറൊരു പാൻ എടുത്തിട്ട് ഇതിലേക്ക് 2-3 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണയോ അല്ലെങ്കിൽ ഓയിലോ ഒഴിച്ചു കൊടുക്കുക. ഇനി ഇതിലേക്ക് നമുക്ക് ക്രഷ് ചെയ്ത ഉണക്കമുളക് ഇട്ട് കൊടുക്കാം. ഇതിപ്പോൾ 2 ഉണക്കമുളക് ഞാൻ കൈ ഉപയോഗിച്ചിട്ട് ക്രഷ് ചെയ്തതാണ്. പിന്നെ ഇതിലേക്ക് നമുക്ക് 1 ടീസ്പൂണോളം ചെറിയ ഉള്ളി ചതച്ചത് ഇതിലേക്ക് ചേർക്കാം. വെള്ളമില്ലാതെ ചതച്ചെടുക്കണം. അതുപോലെ തന്നെ 1 ടീസ്പൂൺ വെളുത്തുള്ളി ചതച്ചെടുത്തതും ഇതിലേക്ക് ചേർക്കാം. ഇനി ഇതെല്ലാം കൂടെ നന്നായിട്ടൊന്ന് നമുക്ക് എണ്ണയിലിട്ട് മൂപ്പിച്ചെടുക്കാം. ഈ വെളുത്തുള്ളിയുടെയും ചുവന്നുള്ളിയുടെയൊക്കെ പച്ച സ്മെല്ലൊന്ന് പോകുന്നത് വരെ മൂപ്പിച്ചെടുക്കണം. ഇപ്പോൾ ഇത് റെഡി ആയിട്ടുണ്ട്. ഇനി ഇതിനെ നമ്മൾ കുക്ക് ചെയ്തുകൊണ്ടിരിക്കുന്ന ചക്കക്കുരുവിൻ്റെ കൂട്ടിലേക്ക് ഇട്ട് കൊടുക്കാം. എന്നിട്ട് നന്നായിട്ട് ഇളക്കി കൊടുക്കാം. എല്ലാം കൂടെ നല്ല പോലെ ഇളക്കിയെടുക്കണം. ഇപ്പോൾ ഇതെല്ലാം നന്നായിട്ട് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് ഒരു 1/4 കപ്പോളം ചെറിയ ഉള്ളി ചെറുതായിട്ട് ചോപ്പ് ചെയ്തത് ഇതിൻ്റെ മുകളിലേക്ക് അങ്ങ് ഇട്ട് കൊടുക്കാം. പിന്നെ ഇതിലേക്ക് 1/4 കപ്പോളം തേങ്ങ ചിരവിയതും കൂടെ ഇതിൻ്റെ മുകളിലേക്ക് ഇട്ട് കൊടുക്കാം. ഇനി നമുക്കിത് ഇളക്കി കൊടുക്കരുത്. ഇളക്കി കൊടുക്കാതെ ഇതിനെ അടച്ചു വച്ചിട്ട് ഒരു 5 മിനിറ്റ് ലോ ഫ്ലെയിമിലിട്ടൊന്ന് കുക്ക് ചെയ്തെടുക്കാം. 5 മിനിറ്റിന് ശേഷം നമുക്കിതൊന്ന് തുറന്നു നോക്കാം. ഇനി നമുക്കിതിനെ നല്ല പോലെ ഒന്ന് ഇളക്കി മിക്സ് ചെയ്തെടുക്കാം. ഇതിലേക്ക് ഞാൻ ചക്കക്കുരു വേവിക്കാൻ വെച്ചപ്പോൾ ആ വെള്ളത്തിൽ ഉപ്പ് ചേർത്തിട്ടുണ്ടായിരുന്നു. ഇനി നിങ്ങൾക്ക് ഉപ്പ് കുറവാണെന്നുണ്ടെങ്കിൽ വീണ്ടും ഇതിലേക്ക് ഉപ്പ് ചേർക്കാം. അതിനുശേഷം നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്ത് ഇതിനെ സെർവ് ചെയ്യാം. അങ്ങനെ നമ്മുടെ ടേസ്റ്റിയും ഹെൽത്തിയുമായ ചക്കക്കുരു തോരൻ ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇത് നമുക്ക് ചോറിൻ്റെ കൂടെ കഴിക്കാൻ പറ്റുന്ന നല്ലൊരു ഡിഷാണ്. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. ഈ വീഡിയോ നിങ്ങൾക്കൊക്കെ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക. ആരെങ്കിലും ഈ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ഇനിയും ഇതുപോലെയുള്ള റെസിപ്പികൾക്കായിട്ട് ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ വീണ്ടും ഒരു പുതിയ റെസിപ്പിയുമായിട്ട് കാണാം. താങ്ക് യു ഫോർ വാച്ചിങ്.